സുവിശേഷത്തിന്റെ ആ പഠനം 14-ാമത്തെ ക്ലാസ്സിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. 14-ാമത്തെ മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നുള്ളതായ പഠനം. അതിനിടയ്ക്ക് 1-2 ക്ലാസ് നമ്മൾ വേറെ അഡീഷണൽ എടുത്തിരുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെയുള്ള ഇടഭാഗത്തെ, അതായത് 2 സംഭവങ്ങൾ ഒരുമിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചത്. അതായത് അതിന്റെ ആദ്യം മുതൽ 43 വരെ, അവസാനം വരെ നമ്മൾ വായിച്ച 2 കഥ, യായിറോസിന്റെ കഥ, ജായറസ്, ആൻഡ് ഓൾസോ ഓഫ് ദ വുമൻ ഹു വാസ് ബ്ലീഡിങ് ഫോർ 12 years. 12 വർഷം രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ. അത് 2 നമ്മൾ ഒരുമിച്ച് വായിച്ചെങ്കിലും നമുക്ക് സ്ത്രീയുടെ സംഭവത്തിലേക്ക് നമുക്ക് കയറുവാൻ സമയം ലഭിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ വിഷയം നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെ. മാർക്ക് ചാപ്റ്റർ 5 വേഴ്സസ് 25 to 34. ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാം. വേറെ ആരെങ്കിലും അത് ബൈബിൾ തുറന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ വായിക്കാം. ആർക്കും, എൻ്റെ വൈഫ് മാത്രം വായിക്കണമെന്നില്ല, ആർക്കും വായിക്കാതെ. മാർക്ക് ചാപ്റ്റർ 5 25 to 34. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 25 മുതൽ 34 വരെ. എല്ലാവർക്കും പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ്. എനിബഡി ക്യാൻ. ജോയ്സ് എന്നാൽ മ്യൂട്ടാ. ജോയ്സ് മ്യൂട്ടാ, കേൾക്കാൻ വയ്യ. അൺമ്യൂട്ട് ചെയ്തിട്ട്. അച്ഛാ, ജോയ്സ് ആയിരുന്നു അതോ? ഓക്കെ, അൺമ്യൂട്ട് ആയില്ല. ഓഡിയോയിൽ ടച്ച് ചെയ്യേ. ജോയ്സ് വായിച്ചോണ്ടിരിക്കുക, പക്ഷെ കേൾക്കുന്നില്ല. ജോയ്സ് എവിടെ? കേൾക്കാൻ വയ്യ. മ്യൂട്ടാ, കേൾക്കാൻ വയ്യ. ഞാൻ കേൾക്കാൻ വയ്യ. ജോയ്സ് വായിക്കുന്നു. 12 സംവത്സരമായിട്ട് പ്രായമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു. തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ അസ്വസ്ഥമായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്നു അവന്റെ മുമ്പിൽ വീണു. വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെ, മതി. ജോയ്സിന്റെ ഇപ്പോഴാണ് അൺമ്യൂട്ട് ആയത്. ഇനി അടുത്ത വായിക്കാൻ കുഴപ്പമില്ല. ഓക്കെ, ഇപ്പം കേൾക്കാൻ കുഴപ്പമില്ല. ഓക്കെ, നാം വായിച്ച ഈ ഭാഗം ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നൽകട്ടെ. പ്രാർത്ഥനയോടെ നമുക്കിത് തുടങ്ങാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനം അത് തേനിലും തേൻകട്ടയിലും മാധുര്യമുള്ള വചനമാണ്. എന്നാൽ അത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നതും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പരിവർത്തനം വരുത്തുവാൻ ഇടയാക്കുന്നതുമാണല്ലോ കർത്താവ്. ഈ വചനത്തെ ഇന്ന് അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണം. സംസാരിക്കുന്ന അടിയനും കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ യൂട്യൂബിൽ കൂടെ കർത്താവെ പിന്നെ കേൾക്കുവാൻ പോകുന്ന പലർക്കും അതൊരു അനുഗ്രഹത്തിന് വിഷയമാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവ് എടുക്കണം. യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. Want to welcome everybody who is in the meeting today. കടന്നു വന്ന എല്ലാവർക്കും
ദൈവനാമത്തിൽ പ്രത്യേക നന്ദിയെ അറിയിക്കുകയാണ്. കഴിഞ്ഞ അനേക ആഴ്ചകളായിട്ട് നമുക്ക് ഈ ഒരു മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അതിന് കാരണക്കാരായി തീർന്നവരെയൊക്കെ നമുക്ക് അറിയാം. ദൈവം പ്രത്യേകം അവരെ അനുഗ്രഹിക്കട്ടെ. അനുഷ്യ വിശ്വാസത്തിലേക്ക് വരികയും അനുഷ്യന്റെ ആഗ്രഹപ്രകാരമാണ്, കാനഡയിലുള്ള അനുഷ്യന്റെ ആഗ്രഹപ്രകാരമാണ് അത് സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായത്. അതിനുശേഷം അനേക പ്രിയപ്പെട്ടവർ അങ്ങിങ്ങായിട്ട് പല കൺട്രികളിൽ നിന്ന്, ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നും ഒക്കെ നാട്ടിലും ഒക്കെ വിശ്വാസത്തിൽ വരുവാൻ ഇടയായിട്ടുണ്ട്. അവരുടെയൊക്കെ ആത്മീയ അനുഗ്രഹത്തിനായിട്ടാണ് നാം ഈ ഒരു വചന പഠനം നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സിമ്പിൾ ബൈബിൾ സ്റ്റഡി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അത് എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാകത്തക്കവണ്ണം വളരെ ക്രോഡീകരിച്ച് അതിൻ്റെ മുഖ്യ വിഷയങ്ങൾ മാത്രം ഒന്ന് കൈകാര്യം ചെയ്ത് അത് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിന് എത്രമാത്രം അത് പ്രയോജനം ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മ നിറവിലും പരിശുദ്ധാത്മ സഹായത്തിലുമാണ് നമ്മൾ ഈ പഠനം നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ദൈവം നമ്മെ കഴിഞ്ഞ നാളുകളിലൊക്കെ വിശേഷാൽ സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വചനം കേൾക്കുവാനും പഠിക്കുവാനുമുള്ള സന്ദർഭങ്ങൾ ലഭിക്കുന്നത് നാം നഷ്ടമാക്കാതെ ദൈവസന്നിധിയിൽ, ഇത് മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ വചനം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. എൻ്റെ ഭാര്യയല്ല പലരോടും പറയുന്നത് പോലെ നിങ്ങൾ ബൈബിള് കണ്ടിന്യൂസ് വായിക്കണം. എത്രത്തോളം വായിക്കുവാൻ സാധിക്കുമോ അത്രത്തോളം വായിക്കും. ഷീബ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിലിട്ടിരുന്നതായ ആ സന്ദേശം ചിലരെങ്കിലും കേട്ട് കാണും, ഓഡിയോ സന്ദേശം. അപ്പൊ അതിൽ പറഞ്ഞു, ബൈബിൾ വായിക്കുന്നതിൽ എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്, ഓവന ആൻറ്റി എപ്പോഴും 5 അധ്യായമെങ്കിലും ഒരു ദിവസം വായിക്കണമെന്നൊക്കെ എന്നെ പറയാറുണ്ട്. അപ്പോൾ അത് ഒരു ബൈബിൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1500 വർഷത്തിന് ഉള്ളിലിരുന്നു കൊണ്ട് പല സമയങ്ങളിൽ ഏതാണ്ട് 40-ൽ പരം ദൈവദാസന്മാർ അല്ലെ ദൈവദാസികൾ അവരെ കർത്താവിൻ ബലപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ എഴുതി നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മുടെ ആത്മീയ പാഠത്തിന്, ആത്മീയ ഉപദേശത്തിന്, നമ്മുടെ ദിനംതോറുമുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുമാറ് നമുക്ക് ഒരു ആത്മീയ ആഹാരമാണ് കർത്താവിൻ്റെ വചനം എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നൽകി തന്നിരിക്കുന്നത് നാം ദിനംതോറും വായിക്കുവാൻ, പഠിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം നമുക്ക് ദൈവത്തെപ്പറ്റി അറിയുവാനും ദൈവത്തോട് പറ്റിച്ചേർന്ന് ആയിരിക്കാനും ദൈവം സന്ദർഭങ്ങൾ ഉളവാക്കും എന്നുള്ളതാണ്. നാം ഈ വായിച്ച ഭാഗം 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്ക് ഉള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. 12 വർഷമായിട്ട് ഷി വാസ് ഡെസ്പറേറ്റ് ആൻഡ് ഹോപ്പ്ലെസ്, അല്ലെ? അങ്ങനെയുള്ളൊരു നിരാശയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, അവൾക്ക് ഫ്യൂച്ചറിനെ പറ്റിയുള്ള ഒരു പ്രത്യാശ, അഥവാ യേശുവിനെ ഒന്ന് കണ്ടാൽ ഒരു വ്യത്യാസം വരുമെന്നുള്ള ആ വലിയ ആഗ്രഹത്തിലാണ് അവൾ യേശുവിനെ പറ്റി കേൾക്കുവാനും യേശുവിനെ അറിയുവാനും ഇടയായതെന്നുള്ളതാണ്. ഷീ സഫേർഡ് ഫോർ 12 years, ലോങ് 12 years. നമ്മുടെ മധ്യത്തിലുള്ള സഹോദരിമാർക്കൊക്കെ അറിയാം, ഒരു ബ്ലീഡിങ്ങിന്റെ കേസ് എന്ന് പറയുമ്പോൾ അതും കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ട് ആ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത്. സമൂഹത്തിൽ ഒന്ന് ഇറങ്ങാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടിൽ കൂടെ, പ്രയാസങ്ങളിൽ കൂടെ ഒക്കെ അവർ കടന്നു പോകുന്നു. അതുപോലെ പഴയ സമയകാലത്ത് അവർ അശുദ്ധ എന്നാണ്, അതായത് രക്തസ്രാവമുള്ള ഒരു സ്ത്രീയെ തന്നെത്താനെ അശുദ്ധയെന്ന് അവൾക്ക് തന്നെ അറിയണം, അവൾ തന്നെ അത് അറിഞ്ഞിട്ട് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം വേർപെട്ട്, സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ഒരുവൾ. എന്നാൽ യേശുവിനെ പറ്റി അവൾക്കുള്ളതൊക്കെ വായിക്കുന്നത്, ഷീ സ്പെൻഡ് ഓൾ ദാറ്റ് ഷീ ഹാഡ് ആൻഡ് ദ സിക്നെസ് ബിക്കെയിം വേഴ്സ്. ഏറ്റവും അവൾക്ക് ആ അസുഖം കൂടിക്കൂടി വന്നു എന്നുള്ളതാണ് നാം വായിക്കുന്നത്. അപ്പോൾ എക്സോസ്റ്റഡ് എവറി ഹ്യൂമൻ ഓപ്ഷൻ, അല്ലെ? മനുഷ്യരുടെ സഹായങ്ങളൊക്കെ വ്യർത്ഥമായി തീർന്നൊരു അവസരത്തിൽ യെറ്റ് സ്റ്റിൽ ഷീ ഹോപ്ഡ് ഇൻ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വനിതയാണ് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം പ്രത്യേകം കാണിച്ചത്. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം അനുഭവിച്ചിരുന്നതായ ഒരു സ്ത്രീ എല്ലാം ചെലവഴിച്ചിട്ടും ഭേദമാകാതെ പരവശയായി
മനുഷ്യരുടെ എല്ലാ സഹായവും പരീക്ഷിച്ചു നോക്കിയിട്ടും ഒന്നും ഫലിക്കാത്ത ഒരവസ്ഥയിൽ യേശുവിൽ പ്രത്യാശ വയ്ക്കുന്നത് നാം കാണുകയാണ്. നമ്മുടെ ഏതവസ്ഥയിലും എന്താണ്, ഹ്യൂമൻ എഫർട്ട് ആൻഡ് റിസോഴ്സസ് കനോട്ട് ഓൾവേസ് സോൾവ് അവർ ഡീപ്പസ്റ്റ് നീഡ്സ് അല്ലെ. ഒരു മനുഷ്യനും അല്ലെങ്കിൽ അവിടെയുള്ളതായ ഉപാധികളൊന്നും തന്നെ, ഈ ലോകപ്രകാരമുള്ള ഉപാധികളൊന്നും തന്നെ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ കണ്ടുമുട്ടിക്കുവാൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിൽ, ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും നേരിടുന്ന ഏതൊരവസ്ഥയായാലും, ഒരു പക്ഷെങ്കിൽ ഒരു സിക്നസ് ആയിരിക്കും അല്ലെ. പലരും അസുഖങ്ങളുള്ളവരുണ്ട്. ഈ സംസാരിക്കുന്ന ഞാൻ പോലും എൻ്റെ ഹൃദയത്തിൽ 3 സ്റ്റെന്റ് ഇട്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ദൈവം കൃപ തരുന്നു. അപ്പോൾ മരുന്നുകൾക്കോ ഡോക്ടർമാർക്കോ ഒന്നും പരിഹരിക്കാനാവാത്ത എല്ലാ കേസുകൾക്കും ഒരു പരിഹാരമായിട്ട് ഈ സ്ത്രീ യേശുവിനെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് എങ്കിലും അത് ഇന്നും അല്ലെ സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ അത് വായിച്ച് കർത്താവിൽ വിശ്വസിക്കുന്നു. അത് അവർക്കൊരു ആശ്വാസ കേന്ദ്രമായിട്ട് യേശു ഉണ്ടെന്നുള്ളതായ വലിയ ഒരു ചാരിതാർത്ഥ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം വേണ്ടിയാണ്. സോ ദ ഹോപ്പ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ഓരോ ജീവിതങ്ങൾ, ഇന്നിപ്പോ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മൾ ഇത്രയും പേരില് പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല അല്ലേ. ചിലർക്ക് ചെറിയ പ്രശ്നമായിരിക്കാം, ചിലർക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കാം. അവരവർക്ക് പക്ഷെ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം ബട്ട് ഷീ ഓർ ഹീ ഈസ് ഫേസിങ്. അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു പ്രശ്നത്തിന്റെ മധ്യത്തിൽ പ്രിയ ദൈവജനമേ, നമുക്ക് പ്രത്യാശിക്കുവാൻ നമ്മുടെ കർത്താവുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബുദ്ധിമുട്ടിന്റെ അവസ്ഥയിലും വി ക്യാൻ റൈസ് അവർ ഐസ് ടു ദ ലോർഡ് അല്ലെ. ആ പർവ്വതത്തിലേക്ക്, ആ ഉയരത്തിലുള്ള കർത്താവിങ്കലേക്ക് നമുക്ക് നോക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു എന്നുള്ളതാണ്. അതിൽ 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. ഹിയറിംഗ് അബൌട്ട് ജീസസ് അല്ലെ. ഷീ ഹേർഡ് ഓഫ് ജീസസ് ആൻഡ് കെയിം ത്രൂ ദ ക്രൗഡ്. അപ്പോൾ ആ യേശുവിനെ പറ്റി കേട്ടപ്പോൾ, ആ യേശുവിനെ കാണണമെന്നുള്ള വലിയ ആഗ്രഹം, ആ യേശുവിൽ നിന്ന് ചില പ്രതീക്ഷകളൊക്കെ വെച്ചുകൊണ്ടാണ് അവൾ കടന്നു വരുന്നത്. അപ്പോൾ ആ വർത്തമാനം കേട്ട ഉടൻ അവൾ യേശുവിനെ പറ്റി ആരെങ്കിലും നമ്മോട് സംസാരിക്കുമ്പോൾ ആ യേശുവിനെ കാണണം എന്നുള്ളതായ ആഗ്രഹത്തോടുകൂടി ആ യേശുവിനെ ഒന്ന് തൊടണം, ആ യേശു എന്നെ ഒന്ന് സ്പർശിക്കണം, അപ്പോൾ എൻ്റെ ജീവിതത്തിനൊരു വ്യതിയാനം വരുവാൻ തക്കവണ്ണം അത് കാരണമായി തീരുമെന്നുള്ളതായ എല്ലാ ആഗ്രഹത്തോടും കൂടെയാണ് പുരുഷാരത്തെ വകഞ്ഞു മാറ്റി. ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓൾഡ് ടെസ്റ്റമെന്റ് ടൈമില് അത് ശപിക്കപ്പെട്ട സ്ത്രീയാണ്. ഇങ്ങനത്തെ ഈ ബ്ലീഡിംഗ് ഉള്ള സമയത്ത് ഒരു മനുഷ്യരെ അവൾക്ക് കാണുവാൻ, ഈ കുഷ്ഠരോഗികളുടെ കാര്യം പറഞ്ഞതുപോലെയാണ്, സമൂഹത്തിൽ അവൾ വേർപെട്ട് കഴിയേണ്ടവളാണ്. എന്നാൽ അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ സമൂഹം മനുഷ്യരത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവളെ മാറ്റി നിർത്തി കല്ലെറിഞ്ഞ് കൊന്നേനെ. ആ പഴയ നിയമ വിശുദ്ധ മക്കളാണല്ലോ അന്നുണ്ടായിരുന്നത്, യഹൂദന്മാർ. അപ്പോൾ ആ പരീശന്മാരും സദൂക്യരും അവരെല്ലാം ചുറ്റുപാടുമുണ്ട്. യേശുവിനെ പിടിക്കാനും യേശുവിനെ കൃത്തിച്ചു നോക്കുവാനും യേശുവിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാനും ഒക്കെ അവരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തില് അവര് അറിഞ്ഞിരുന്നു ഈ സ്ത്രീ ഇങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കല്ലെറിഞ്ഞ് കൊന്നേനെ. അതുപോലെ അവൾ ഭയപ്പെടാതാണ് അവൾ യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം. അപ്പോൾ 12 വർഷം അവൾ കഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു എങ്കിലും യേശുവിനെ കുറിച്ചുള്ളതായ വർത്തമാനം കേട്ടപ്പോൾ, യേശു ഇവിടേക്ക് വരുന്നു എന്നുള്ളതായ വർത്തമാനം കേട്ടപ്പോൾ അവളിൽ പ്രത്യാശ ജനിച്ചു, പ്രത്യാശ വർദ്ധിച്ചു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ബിഗിൻസ് വെൻ വി ഹിയർ അബൌട്ട് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആ വിശ്വാസത്തോടൊപ്പം തന്നെ ഒരു പ്രത്യാശ ജനിക്കുകയാണ്. അവനാണ് ഇനി എൻ്റെ ജീവിതത്തിന്റെ സർവ്വവും, എൻ്റെ കർത്താവ് അവനാണ്, എൻ്റെ നാഥൻ അവനാണ്. അപ്പോൾ ആ യേശു എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട്, ഒരു പക്ഷെങ്കിൽ ഉടൻ ക്യാൻസർ അങ്ങ് തന്നു എന്നിരിക്കത്തില്ല, ഉടനെ നമുക്ക് ജീവിതത്തിൽ ആവശ്യമുള്ള നമ്മുടെ കാറോ വീടുകളോ നമുക്ക് ലഭിച്ചു എന്നിരിക്കത്തില്ല. എന്നാൽ യേശു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. പൗലോസ് അതിശ്രേഷ്ഠ പൗലോസ്, അപ്പോസ്തലനായിരുന്ന പൗലോസ്, അവന്റെ നിഴൽ വീണാൽ പോലും ആൾക്കാർ സൗഖ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അവന്റെ നിഴൽ വീണാൽ പോലും, അവൻ കൊടുത്ത തുണി തൊട്ടാൽ ആൾക്കാർ സൗഖ്യമാകും. അത്രമാത്രം മരിച്ച
യൂത്തിക്കോസിനെ പുനർജീവിപ്പിച്ചതാണ് പൗലോസ് എന്ന് പറയുന്നത്. പക്ഷെ പൗലോസിന് ശരീരത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ പൗലോസ് പ്രാർത്ഥിച്ചു, കർത്താവേ ഇതെന്നെ വിട്ട് മാറണം, ഭയങ്കര ഒരു ശൂലമാണ് എനിക്ക് തന്നിരിക്കുന്നത്. എന്തോ അന്നറിയില്ല, എന്തോ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. 3 വട്ടം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. 2 കൊരിന്ത്യർ നമുക്ക് കാണാം, 2 കൊരിന്ത്യർ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. 3 വട്ടം ഞാൻ യേശുക്രിസ്തുവിനോട് അപേക്ഷിച്ചു, എൻ്റെ കർത്താവിനോട് ആ ശൂലം ഒന്ന് മാറ്റി തരണമെന്ന്. പക്ഷെ യേശു അതിന് മറുപടി പറഞ്ഞത്, അവന് സൗഖ്യം കൊടുത്തില്ല. അവനോട് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. കാരണം അവന് ലഭിക്കുന്ന വെളിപ്പാടുകൾ, അന്ന് പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. സഭയ്ക്ക് ആവശ്യമുള്ളതായ എല്ലാ ദൂതുകളും, എല്ലാ വചനങ്ങളും, എല്ലാ കൽപ്പനകളും, ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ പൗലോസിനെ പോലെ ഉള്ളതായ ചില അപ്പോസ്തലന്മാരിൽ കൂടെ വെളിപ്പെടുത്തി തരികയായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പൗലോസ് ആയിരുന്നു. പണ്ഡിതനായ പൗലോസ് 2-3 തിയോളജിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ ഗമാലിയേലിന്റെ ഒക്കെ പടിവാതിൽക്കൽ ഇരുന്നു കൊണ്ട് ധാരാളം പണം ചെലവാക്കി പഠിച്ചിട്ടുള്ളവനാണ്. അപ്പോൾ ഇതെല്ലാം മാറ്റി യേശുക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു അവന്റെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് യേശുക്രിസ്തു അവനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് ബിഗിൻസ് വെൻ വി ഹിയർ അബൌട്ട് ക്രൈസ്റ്റ്. അപ്പോൾ കർത്താവിനെ പറ്റി കേട്ട് കർത്താവിൽ നാം വിശ്വസിച്ച് തുടങ്ങണം. കർത്താവ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, ഒരു പക്ഷെങ്കിൽ പെട്ടെന്ന് നമുക്കങ്ങ് പൂർണ്ണതയിലേക്ക് വരുവാൻ സാധ്യമല്ല. ഞങ്ങൾ ആരും ഈ 75 വയസ്സായിട്ട് ഇപ്പോഴും എനിക്ക് പൂർണ്ണതയെന്ന് വന്നിട്ടില്ല. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഓരോ ഭാഗം വായിക്കുമ്പോഴും നവചൈതന്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ആ വചനത്തിൽ നിന്ന് വരുന്നു ഉള്ളതാണ്. ക്രിസ്തുമായിട്ടുള്ളതായ അഭേദ്യമായ ബന്ധം എന്നും നമ്മൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം ബ്രേക്സ് ഉണ്ടാകും, ചിലപ്പോൾ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ മൂലം നമ്മൾ ദൈവത്തിൽ നിന്ന് അല്പം അകന്നിരിക്കാം. എന്നാൽ ഈ അവസ്ഥകളിലൊക്കെ ഓർക്കണം, കർത്താവ് നമ്മെ കൈവിടുന്നില്ല, അവിടുന്ന് ദയാലുവാണ്. എൻ്റെ അവസ്ഥ, ആ ശൂലം എന്നിൽ ഉണ്ട് എന്നുള്ളത് യേശു അറിയുന്നുണ്ട്, അല്ലേ? നമ്മുടെ പ്രശ്നം, നമ്മുടെ പ്രയാസം, നമ്മുടെ കുടുംബത്തിലെ ഇഷ്യൂസ് ഒക്കെ, വിശേഷിച്ച് പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നവർ, ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ 10ാമത്തെ വയസ്സിൽ കർത്താവിനെ രക്ഷിതായി സ്വീകരിച്ചതാണ്. ഇന്നിപ്പോ 76 ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ഈ 66 വർഷം കർത്താവ് കൃപയാൽ ആണല്ലോ നടത്തുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ ഏറി വരുമ്പോഴും ആ കർത്താവ് നമ്മെ നടത്തുന്നു. ചഞ്ചലിപ്പുകൾ ഒരുപാട് വന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, വിശേഷാൽ പുതുതായിട്ട് വിശ്വാസത്തിലേക്ക് വരുന്ന അനിഷും അതുപോലെ തന്നെ സുജിത്തും ഒക്കെ ചിന്തിക്കേണ്ടതാണ്, നമ്മെയാണ് സാത്താൻ കൂടുതൽ നോട്ടമിടുന്നത്. പഴയ മനുഷ്യരായ ഞങ്ങളൊക്കെ പിന്നെ ചെറുത്ത് നിന്ന് അതിജീവിച്ച് വന്നതാണ് പല കാര്യങ്ങളിലും. എന്നാൽ പുതുതായിട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആ സാത്താൻ എങ്ങനെയെങ്കിലും നമ്മെ കീഴ്പ്പെടുത്തി തട്ടിക്കൊണ്ടു പോകുവാൻ നോക്കും, തിരിച്ചു കൊണ്ടുപോകാൻ നോക്കും. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ സാത്താൻ വസിച്ചിരുന്നതാണ്. യേശുവിനെ അറിയുന്നതിന് മുൻപ് ആ സാത്താനാണ് നമ്മൾ കുടികൊണ്ടിരുന്നത്. സാത്താന്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മിലുണ്ടായിരുന്നു. എല്ലാ അതിക്രമങ്ങളും, എല്ലാ അക്രമങ്ങളും, മദ്യപാനമായാലും സിഗരറ്റ് വലിയായാലും ഡ്രഗ് ആയാലും കള്ളത്തരം പറച്ചിലായാലും എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ആ സാത്താന്റെ സ്വഭാവങ്ങൾ സാത്താൻ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ട് കാണിച്ചതാണ്. എന്നാൽ സാത്താനെ വിട്ടുമാറി യേശുവിൽ ആയി കഴിയുമ്പോൾ, യേശുവിൽ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ, പിന്നെ എല്ലാ പ്രത്യാശയുമായി യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് ആ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. നമ്മൾ 2 കൊരിന്ത്യർ 2:11 നാം കാണുന്നുണ്ട്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ, അവനാണ് നമ്മെ കീഴ്പ്പെടുത്തി ഇന്നുവരെയും അവന്റെ കൈപ്പിടിയിൽ വെച്ചിരുന്നത്. അത് നമുക്കിപ്പോൾ അറിയാം, നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് അതിനെ എല്ലാം റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. സാത്താനോട് ചെറുത്ത് നിൽക്കണം, അവൻ നമ്മെ വിട്ട് അപ്പോൾ പോകുമെന്നുള്ളതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ കേട്ടു, യേശുവിന്റെ അടുക്കലേക്ക് ആ വലിയ ഒരു പുരുഷാരത്തിന്റെ മധ്യത്തിൽ അവൾ കടന്നു വരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവന്റെ വസ്ത്രം എങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. വലിയൊരു സംഭവമാണ് ആക്ച്വലി, അല്ലേ? നമുക്കാർക്കും ആ ഒരു വിശ്വാസം എന്നിലും നിങ്ങളിലും ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ശോധന ചെയ്യാം. കാരണം എനിക്കതില്ല. കാരണം വന്നൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കുമെന്നുള്ളതായ ആ ഒരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാറില്ല. എന്നാൽ ആ ഒരു സ്ത്രീ, പരവശയായ സ്ത്രീ, പ്രശ്നത്തിൽ കൂടെ കടന്നുപോയവൾ, 12 വർഷം ഉള്ളതെല്ലാം വിറ്റ് അത് മുഴുവൻ വൈദ്യന്മാർക്ക്, ഡോക്ടർമാർക്ക് കൊടുത്ത്, ഏത് സ്പെഷ്യലിസ്റ്റ് എവിടെ ഉണ്ടെന്ന് കേൾക്കുന്നിടത്തെല്ലാം അവൾ പോയി എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ച് ഒടുവിൽ തോറ്റാണ്
അവൾ വരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ഒരു നിരാശയുടെ അറ്റത്ത് നമ്മുടെ ലാസറിന്റെ കഥ ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ലാസർ മരിച്ച് 4-ാം ദിവസമാണ് ചെന്നത്. 3 ദിവസം വരെയും യേശുക്രിസ്തു കടന്നു ചെന്നില്ല. കാരണം 4-ാം ദിവസം ചെല്ലാൻ കാരണം അവിടെ ചുറ്റും അന്ധവിശ്വാസമുള്ള ഒരു ജാതി ഉണ്ടായിരുന്നു. ആ ജാതികൾ പറഞ്ഞിരുന്നത് 3 ദിവസത്തിനകം നീതിമാന്മാര് മരിച്ചു, നല്ല മനുഷ്യനാ ലാസറും, അതുകൊണ്ട് ലാസറിനെ പോലുള്ള നീതിമാന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആത്മാവ് മടങ്ങി അവന്റെ ഉള്ളിലേക്ക് തിരികെ വരാൻ സാധ്യതകളുണ്ട് 3 ദിവസത്തിനകം. അപ്പോൾ ആ ആശയെ പോലും ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു 4-ാം ദിവസം വരുന്നത്. അപ്പോൾ ആ അന്ധവിശ്വാസികൾ പോലും ചിന്തിച്ചു, അയ്യോ ഇനി ഞങ്ങൾക്ക് ഒരു ഹോപ്പുമില്ല, എല്ലാം തീർന്നു, അവൻ പോയി എന്നുള്ളതാണ്. പഴുത്ത് വീർത്ത് പൊട്ടി നാറ്റം വെച്ച അവസ്ഥയിലാണ് യേശു കടന്നു വരുന്നതും തുടരുന്നത്. അപ്പോൾ നമ്മുടെ ഏത് അവസ്ഥ ആയിക്കൊള്ളട്ടെ, കർത്താവ് നമ്മോടുകൂടെ നമ്മിൽ പ്രവർത്തിപ്പാൻ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നാം കാണുന്ന അവരുടെ ഒരു വിശ്വാസത്തിന്റെ പ്രവൃത്തി. ഇഫ് ഐ ടച്ച് ഹിസ് ഗാർമെന്റ് ഐ വിൽ ബി ഹീൽഡ്, എനിക്ക് സൗഖ്യം ലഭിക്കും. അത് വലിയൊരു ഷുവർട്ടി ആയിരുന്നു, നമ്മുടെ ഉള്ളിലെ ആ ഉറപ്പായിരുന്നു എന്നുള്ളതാണ്. ഹർ ഫെയ്ത്ത് മൂഡ് ഹർ ബിയോണ്ട് ഫിയർ ആൻഡ് ഷെയിം. അപ്പോൾ ആ ഭയം, കടന്നു വരുവാനുള്ള ഭയം, ബ്ലീഡിങ് വുമൻ ആണ്, രക്തവാർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്, സമൂഹത്തിൽ എനിക്ക് വരുവാൻ സാധ്യമല്ല, ഒരു മനുഷ്യരെയും എനിക്ക് തൊടുവാൻ സാധ്യമല്ല. അപ്പോൾ അവരെന്നെ കൊന്നുകളയുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും അവളത് ഭയപ്പെടാതെ മുൻപോട്ട് വരുന്നു എന്ന് കാണുവാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ലജ്ജയുമില്ല. ഒരു സ്ത്രീയാണ്, ഇത്രയും പുരുഷാരത്തിൽ മെജോറിറ്റി ഒരു പക്ഷേ ആണുങ്ങളായിരിക്കും, അല്ലെ, ചുറ്റുപാടുമുള്ള യഹൂദന്മാരാണ്, എല്ലാം വലിയ വലിയ പൗരന്മാർ, വലിയ ശ്രേഷ്ഠന്മാരാണ് അവിടെയൊക്കെ ചുറ്റുപാടുമുള്ളത്. ഇവരുടെ മധ്യത്തിൽ കൂടെ ആ സ്ത്രീ വിനീതയായിട്ട്, ഒരു പക്ഷെങ്കിൽ തലയിൽ തുണിയൊക്കെ ഇട്ട് മൂടി നമ്മുടെ ശിരസ്കയായിട്ട് അവൾ കടന്നു വരുന്ന ഒരു രംഗം നമുക്ക് മനസ്സിൽ ചിന്തിപ്പാൻ തക്കം സാധിക്കും. അവന്റെ വസ്ത്രം തൊട്ടാൽ ഞാൻ സുഖം പ്രാപിക്കുന്ന വിശ്വാസം അവളെ പ്രവർത്തിപ്പാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ആ വിശ്വാസം അവൾ പ്രവൃത്തിയിൽ കൂടെ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. കാരണം അവൾ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ, യേശുവിനെ തൊട്ടില്ലായിരുന്നുവെങ്കിലും യേശുവിനെ സൗഖ്യമാക്കുവാൻ കഴിവുണ്ട്. അവൾ വിശ്വസിച്ചാൽ തന്നെ സൗഖ്യം കൊടുക്കാം. എന്നാൽ അവളുടെ ആ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ യേശുവിന്റെ സന്ധിയെ അവൾ കാണിക്കുകയായിരുന്നു, അല്ലെ. വിശ്വാസം അവളെ ഭയത്തെയും ലജ്ജ കൂടാതെ യേശുവിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സഹായിച്ചിരുന്നു. അപ്പോൾ ട്രൂ ഫെയ്ത്ത് മേ ബി സിമ്പിൾ ബട്ട് ഇറ്റ് ഈസ് ബോൾഡ് ഇനഫ് ടു ആക്ട്. അപ്പോൾ ചെറുതായിരിക്കാം, കിട്ടുമോ ഇല്ലയോ ഒന്നും പ്രതീക്ഷയില്ല, പക്ഷെങ്കിൽ ആ ഒരു വിശ്വാസം, എൻ്റെ കർത്താവിനെ, ആ യേശുവിനെ, അന്ന് വരെ യേശു അവളുടെ ആരുമല്ല, അല്ലെ. യേശുവിനെ അവളെ അറിയില്ല, അവൾക്ക് യേശുവിനെ അറിയില്ല, ഒരു ബന്ധവുമില്ല, ആരും കണക്ട് ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അവളുടെ ഉള്ളിലെ ഒരു വിശ്വാസം. അപ്പോൾ ഏത് ദേശത്താണ് നമ്മൾ അന്യരാണ്, എവിടെ കഴിയുന്നു, ഏത് കുടുംബത്തിലാണ്, നമ്മളൊക്കെ ചിന്തിക്കും, നമ്മളെ ആരും അറിയുന്നില്ലല്ലോ എന്നുള്ളത്. ദൈവജനമേ, ഒരു കാര്യം നമുക്ക് ഓർക്കണം, നമ്മുടെ യേശു എല്ലാം അറിയുന്നതാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. നമ്മുടെ സന്ധിമജ്ജകളെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അവയവങ്ങളെ ഒക്കെ സൃഷ്ടിച്ച് അതത് സ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുന്നു. ഭൂമണ്ഡലത്തെ സൃഷ്ടിച്ച് സൂര്യനെയും ചന്ദ്രനെയും എങ്ങനെ സ്ഥാപിച്ചിരിക്കുന്നുവോ അതേ നിലയിൽ നമ്മുടെ നാഡീഞരമ്പുകളെ, അല്ലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അതാത് ക്രമത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചാക്കിയിരിക്കണം. അപ്പോൾ യേശു എൻ്റെയും നിങ്ങളുടെയും എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു കർത്താവാണ്. ഒരു വ്യത്യാസം അവനില്ല. അവനെല്ലാവരെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ അവനെ എതിർത്ത് പറഞ്ഞാലും, ശത്രുത്വം കാണിച്ചാലും, സാത്താന്റെ പുറകെ അങ്ങ് പോയാലും, യേശുവിനെ അങ്ങ് തിരസ്കരിച്ചാലും, യേശു അവിടെ ഇരിക്കട്ടെ, ഇപ്പൊ എനിക്ക് വേണ്ട, ഇപ്പൊ എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം എന്നുള്ള നിലയിൽ സാത്താനോട് ചേർന്ന് നാം പോയാലും നമ്മെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ഏത് സമയത്തും ആ കർത്താവിലേക്ക് നമുക്ക് വരുവാനുള്ളതായ എല്ലാ വഴിയും കർത്താവ് തുറന്നിട്ടിട്ട് ഉണ്ട് എന്നുള്ളതാണ്. 29-ാം വാക്യത്തിൽ നാം കാണുന്നത് അവൾക്ക് ലഭിച്ച ആ സൗഖ്യത്തെ പറ്റിയാണ്. 29 ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അല്ലേ, വേറെ ആരും അറിയുന്നില്ല. ഇത്രയും വലിയ പുരുഷാരം നിൽക്കുന്നെങ്കിലും അവളിൽ ഉണ്ടായിരുന്ന പ്രശ്നമോ, അവൾ നേരിട്ട പ്രശ്നങ്ങളോ, അവൾക്ക് ലഭിച്ച സൗഖ്യമോ ഒന്നും ലോകം അറിയുന്നില്ല, പുരുഷാരം അറിയുന്നില്ല. പക്ഷെ വ്യക്തിപരമായിട്ട് ആ സ്ത്രീ അത് അറിഞ്ഞു എന്നാണ് നമ്മോട് വായിക്കുന്നത്, അല്ലേ. അവൾ അറിഞ്ഞപ്പോൾ അവൾ തന്നെ എത്ര സന്തോഷം, അവിടെ ഹൃദയത്തിലെ ആനന്ദം, സമാധാനം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ her bleeding stopped instantly. She knew she was healed, അല്ലേ. അവൾക്ക് തീർച്ചയായും എൻ്റെ രക്തം
പ്രവാഹം നിന്നു, സൗഖ്യം ലഭിച്ചു. അപ്പോൾ സ്വസ്ഥയായി എന്ന് അറിഞ്ഞപ്പോൾ എന്തുവാ അല്ലേ, എ സിംഗിൾ ടച്ച്, ഒരു ചെറിയ ടച്ച് മാത്രം. പക്ഷെ ആ ടച്ചിനുള്ള പ്രത്യേകത എന്തുവായിരുന്നു? വിശ്വാസത്തോടെയുള്ള ടച്ച് ആയിരുന്നു എന്നാണ്. കാരണം ആ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പോലും ദൂരേന്ന് എത്തിപ്പിടിച്ചായിരിക്കും, ചിലപ്പം ആ തൂങ്ങിക്കിടക്കുന്ന നൂലിന്റെ അറ്റത്തായിരിക്കും പ്രിയമുള്ളവരെ അവളൊന്ന് തൊടുവാൻ ശ്രമിച്ചത് അല്ലെ. അതൊന്നും ആ നൂലിലായിരിക്കും അവൾ പിടിച്ചത് അല്ലെ, മൂലയ്ക്ക് അതിന്റെ അറ്റത്ത് വല്ല മൊത്തം അവിടെ യേശുവിന്റെ ഷാളങ്ങ് പിടിച്ചോ, അല്ലെങ്കിൽ പുതച്ചിരുന്ന പുതപ്പങ്ങ് പിടിക്കുകയോ, അല്ലെങ്കിൽ തന്റെ ഡ്രസ്സിന്റെ മുഴുവൻ പിടിച്ച് വലിച്ച് യേശുവിനെ അങ്ങ് തന്നോടങ്ങ് ചേർക്കുകയോ ഒന്നും ആയിരുന്നില്ല. യേശു പോലും അറിയാത്ത പോലെ, പുരുഷാരമാരും കാണാതെ അവൾ സ്വസ്ഥയായിട്ട് ക്വയറ്റായിട്ട് ആ വസ്ത്രത്തിന്റെ ഒന്ന് തൊങ്ങൽ തൊട്ടു എന്നുള്ളതാണ് നാം കാണുന്നത്. അപ്പോൾ എ സിംഗിൾ ടച്ച് ബ്രോട്ട് എ കംപ്ലീറ്റ് ഹീലിംഗ്. ഒരു സ്പർശം മാത്രം അവൾക്ക് പൂർണ്ണ സൗഖ്യം നൽകിയെന്ന് കാണുന്നു. അപ്പോൾ യേശുവിന്റെ ശക്തി, ജീസസ് പവർ ബ്രിങ്സ് ഇൻസ്റ്റന്റ് ആൻഡ് കംപ്ലീറ്റ് ഹീലിംഗ്. യേശുവിനെ നമ്മൾ വിശ്വാസത്തോടെ ഒന്ന് തൊടുമ്പോൾ എൻ്റെ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം ആ നിമിഷം തന്നെ അത് യേശുവിനെ മാറ്റിത്തരുവാൻ സാധ്യമാണ് എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ ഒരു കഥയിൽ നിന്ന്, ഈ ഒരു സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതായത് ട്രൂ ഹീലിംഗ് കം ഫ്രം ക്രൈസ്റ്റ്, നോട്ട് ഹ്യൂമൻ സ്ട്രെങ്ത് ഓർ റിസോഴ്സസ് അല്ലേ. മനുഷ്യൻ തോറ്റു, ഡോക്ടർമാർ തോറ്റു, അവരുടെ പണം തോറ്റു, എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവൾ നേരിട്ട് ഇതാ എല്ലാത്തിൻ്റെയും അവസാനം ഒരാശയമില്ലാതിരിക്കുമ്പോഴാണ് ആരോ പറയുന്നു യേശു വരുന്നു. ആ യേശുവിൽ അവൾ വിശ്വസിക്കുകയാണ്. അവൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മറ്റൊന്നും സംഭവങ്ങൾ അറിയത്തില്ല, അവൾക്ക് വിശ്വാസം ഒന്നുമില്ലായിരുന്ന നേരത്തെ. അങ്ങനെയുള്ള ഒരുവളാണ് ആ മെസ്സേജ് കേൾക്കുന്നു, ന്യൂസ് കേൾക്കുന്നു. യേശു ക്രിസ്തു അനേകരെ സൗഖ്യമാക്കുന്നു, അനേക മരിച്ചവരെ ഉയർപ്പിക്കുന്നു. ആ യേശു ലോകരക്ഷിതാവാണ്, ദൈവപുത്രനാണ്, അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ഇതാ വരുന്നു, നമ്മുടെ ടൗണിലേക്ക് വരുന്നു, നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നു, നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നു, നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ, കർത്താവിന്റെ വചനത്തിൽ കൂടെ നമ്മെ പലപ്പോഴും പലരും അങ്ങനെയാണല്ലോ ഉപദേശിക്കുന്നത്. ആ യേശുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. എന്നാൽ ആ യേശുവിനെ തൊടുവാൻ മനസ്സില്ലാത്ത എത്രയോ പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യശക്തികളൊക്കെ പരാജയപ്പെടുമ്പോഴും നമ്മെ പിടിച്ച് നമ്മെ ചേഞ്ച് ആക്കി ദൈവത്തിനുള്ളവരാക്കി മാറ്റുവാൻ യേശു ക്രിസ്തു ഉണ്ട്. ദ ഹീലിംഗ് ക്യാൻ കം ഫ്രം ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. 30 മുതൽ 32 വരെ നാം വായിക്കുന്നത്, 30 മുതൽ 32 വരെ. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടതാരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിരക്കുന്നതും കണ്ടിട്ട് എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. എന്തൊരു സംഭവമാണ് അവിടെ നടക്കുന്നത് അല്ലേ. ശിഷ്യന്മാരോട് ചോദിക്കണം, ആരാണ് എന്നെ തൊട്ടത് അല്ലേ. യേശുവിന് അറിയാം എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ദ പവർ ഹാസ് ഗോൺ ഫ്രം ഹിം അല്ലേ. അപ്പോൾ ആ യേശു അവനെ കാണുവാൻ ആഗ്രഹിക്കണം. എന്നെ തൊട്ടത് ആരാണ്? യേശുവിനെ അറിയാം ഉള്ളിലെല്ലാം. പക്ഷെ ആ തൊട്ട ആളിനെ ഒന്ന് പരസ്യമായിട്ട് കാണണം, മറ്റുള്ളവരുടെ മുൻപിൽ കാണണം. ശക്തി പുറപ്പെട്ടു എന്ന് യേശു അറിഞ്ഞ ഉടൻ തന്നെ അവനെ തൊട്ടവളെ അന്വേഷിപ്പാൻ യേശു തുടങ്ങുകയാണ് അല്ലേ. അപ്പോൾ യേശു ഒന്നും മറന്നു കളയുന്നവനല്ല, യേശു ഒന്നും അവഗണിച്ച് കളയുന്നവനല്ല എന്നുള്ളതാണ്. വിശ്വാസത്തോടുകൂടെ ആ യേശുവിലേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തെ പരിഗണിക്കുവാൻ, ആ വിശ്വാസത്തെ മനസ്സിലാക്കുവാൻ യേശു സന്നദ്ധനാണ് എന്നുള്ളതാണ്. സോ ജീസസ് നോട്ടീസ്ഡ് ഹെർ ഫെയ്ത്ത് ഈവൻ ഇൻ ദ ക്രൗഡ്. ആ പുരുഷാരത്തിന്റെ ഇടയിലും യേശു ആ ഒരു സാധുവായ സ്ത്രീയുടെ ഒരു ഹെൽപ്ലെസ് അല്ലെ, ഒരു നിസ്സഹായായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അവളുടെ അവസ്ഥ അറിഞ്ഞ് ആ വിശ്വാസം യേശു ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജീസസ് നോട്ടീസസ് ആൻഡ് ഓണേഴ്സ് ജെന്യൂൻ ഫെയ്ത്ത്. ആ സാക്ഷാൽ യഥാർത്ഥമായ ഒരു വിശ്വാസം എന്നിലും നിങ്ങളിലും യേശുവിനെ പറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രശ്നം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, വലിയ പ്രശ്നത്തിൽ കൂടെ പ്രയാസത്തിൽ കൂടെ ഒക്കെ കടന്നു പോകുന്ന ദൈവജനത്തിന് ആശ്വാസമായിട്ട് യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം കാണുവാൻ തക്കണം. 33-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്, സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവന്റെ മുൻപിൽ വീണ്
വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും കേൾക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ പിന്നത്തെ സംഭവങ്ങളൊക്കെ പരസ്യമാണ്, ഒന്നും രഹസ്യമല്ല. അതുവരെ യേശു അവള് രഹസ്യമായിട്ട് യേശുവിൽ വിശ്വസിച്ചു, രഹസ്യമായിട്ട് യേശുവിനെ തൊടാൻ വന്നു, രഹസ്യമായിട്ട് തന്നെ തൊട്ടു. അതാരും അറിഞ്ഞിട്ടില്ല. ശിഷ്യന്മാർ പോലും ചുറ്റും അവന് ഗാർഡായിട്ട് നിന്ന അവന്റെ ഇന്നർ ക്യാബിനറ്റ് അവർ പോലും ആരും അറിഞ്ഞില്ല അവൾ തൊട്ട വിവരങ്ങൾ. പക്ഷെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുണ്ടാകും സംഭവിക്കുന്നത്, ഒരു പൊതുസമ്മതം അവിടെ നടക്കുന്നതായിട്ട് കാണാം. ഷീ കെയിം ട്രംബിളിങ്, കൺഫസ്ഡ് എവറിത്തിങ് ബിഫോർ ഹിം. ലോകം കേൾക്ക്, ജനം കേൾക്ക്, കൂടി വന്ന പുരുഷാരം കേൾക്ക്, ഒരറപ്പുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ അവൾ വിളിച്ചു പറയാണ്, യേശുവേ, ഞാൻ രക്തസ്രാവമുള്ളവളാ, ഞാൻ ശപിക്കപ്പെട്ടവളാ, അല്ലെ. അന്നേരം മനുഷ്യർക്ക് കല്ലെറിയായിരുന്നു, അയ്യോ അവളെ പിടിച്ച് കല്ലെറിയണമെന്ന് പറയാമായിരുന്നു. പക്ഷെങ്കിൽ യേശുവിന്റെ മുൻപിൽ ആർക്കും ഒന്നും സാധിച്ചില്ല, അതല്ലേ. അവൾ തുറന്ന് ഒരു ഭയവുമില്ലാതെ എന്തും വരട്ടെ, അതാണ് അവൾ അവിടെ കരഞ്ഞു പറയുന്ന നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഷീ കെയിം ട്രംബിളിങ്, കൺഫസ്ഡ് എവറിത്തിങ് ബിഫോർ ഹിം, ട്രൂ ഫെയ്ത്ത് ഈസ് നെവർ ഹിഡൻ, അല്ലേ. ആ യഥാർത്ഥമായ ഭക്തി, യഥാർത്ഥമായ വിശ്വാസം, അത് ഒരിക്കലും നമുക്ക് ഒളിച്ചു വെക്കുവാൻ സാധ്യമല്ല. ഒളിച്ചു വെക്കരുത് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. അപ്പോൾ ഭയത്തോടും വിറയലോടും കൂടി അവൾ യേശുവിന്റെ മുൻപിൽ എല്ലാം തുറന്നു പറയുന്ന, അതാണ് കൺഫഷൻ. നമ്മൾ രക്ഷിക്കപ്പെടുന്ന കാര്യം പറയുമ്പോഴും റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമ്മൾ എടുക്കും, അല്ലെ. നമ്മൾ ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക. യേശു ആരാണ്, യേശു എന്തിനു വന്നു, യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്ന യേശു ആണെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണമെന്നുള്ളതാണ് കണ്ടീഷൻ. ആ വായുകൊണ്ട് ഏറ്റുപറയുക എന്ന് പറയുന്നത് ഇവളിപ്പോൾ ചെയ്ത്, ഇവൾ ഹൃദയത്തിൽ ഇതുവരെ വിശ്വസിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് വലിയൊരു ഒരു 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 എക്സാമ്പിൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് മൗനമായിട്ട് അവൾ കടന്നു വന്നെങ്കിലും ഇതാ ഇവൾ പൊതുവായിട്ടിപ്പോൾ അത് കൺഫസ് ചെയ്യുകയാണ്, ഏറ്റുപറയുകയാണ്. യേശുവേ, ഞാൻ നിന്നിൽ വിശ്വസിച്ചു, നീ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിച്ചു, നീ എനിക്ക് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് വന്നതെന്ന് ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് എന്റെ രോഗത്തിനും നീ സൗഖ്യം നൽകുന്നവനാണ്, നിനക്ക് മാത്രമേ അതിന് ശക്തിയുള്ളൂ, ലോകം തോറ്റു, നീ മാത്രം എന്നുള്ളതായ ആ പൂർണ്ണ വിശ്വാസത്തോടു കൂടി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇതാ അവനോട് എല്ലാം തുറന്നു പറഞ്ഞു. യഥാർത്ഥ വിശ്വാസം മറച്ചു വെക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഫെയ്ത്ത് മസ്റ്റ് ബി അക്കമ്പനീഡ് ബൈ ഓണസ്റ്റി ആൻഡ് സറണ്ടർ. ആ വിശ്വാസത്തോടു കൂടി എന്തു വേണം, എല്ലാ നിസ്വാർത്ഥമായിട്ട് ഓണസ്റ്റി, ആത്മാർത്ഥത അതിന്റെ പുറകിൽ വേണം, അല്ലേ. ആത്മാർത്ഥമായിട്ട് ഒരു ഏറ്റുപറച്ചിൽ, ആത്മാർത്ഥമായിട്ട് ഒരു സറണ്ടർ, ഒരു സമർപ്പണം ആ വിശ്വാസത്തോടു കൂടി നമുക്ക് വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ പരിവർത്തനം വരുന്ന അങ്ങനെയാണ്. ആ വിശ്വാസം വന്നു, നാം വായു കൊണ്ട് ഏറ്റുപറഞ്ഞു, യേശു കർത്താവെന്ന് നാം വായു കൊണ്ട് ഏറ്റുപറഞ്ഞിട്ട് അവന്റെ ശിഷ്യഗണമായിട്ട് നാം മാറുകയാണ്, അവന്റെ മക്കളായിട്ട് മാറുകയാണ്. പിന്നെ അത് കഴിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കുക, അവളുടെ ജീവിതം എന്തായി കാണും, അല്ലേ. അവൾ എന്തോ ഒരു വലിയ സാക്ഷ്യം, ചെല്ലുന്നിടം എല്ലാം അവൾക്ക് പറയുവാനുള്ളതല്ല ഉള്ളൂ. അവളുടെ ജീവിതം, ആ ഒരു മാറ്റം തന്നെ ഒരു സുവിശേഷമായിട്ട് അവൾ ലോകത്തിന് അവതരിപ്പിച്ചു കാണും. അനേകർക്ക് യേശുവിൽ വിശ്വസിപ്പാൻ, യേശുവിനെ അറിയുവാൻ ആ സ്ത്രീ ഒരു കാരണക്കാരി ആയിരുന്നിരിക്കണമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 34-ാം വാക്യത്തിൽ യേശു അവളോട് പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അല്ലെ. സമാധാനത്തോടെ പോക. എന്തൊരു സന്തോഷം, അല്ലെ. എന്തൊരു സമാധാനം, ഒരു ശാന്തിയുടെ ഒരു സമ്പൂർണത അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും, അല്ലെ. ഷീ കെയിം ട്രംബിളിങ്, ബട്ട് ജീസസ് റീഅഷ്വേർഡ് ഹർ, ഡോട്ടർ, യുവർ ഫെയ്ത്ത് ഹാസ് മേഡ് യു ഹോൾ, ഗോ ഇൻ പീസ്. അപ്പോൾ ഒരു രോഗസൗഖ്യം കൊടുത്തു എന്നുള്ളതല്ല, അല്ലെ. മോർ ദാൻ ദ ഹീലിംഗ്, ആ സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് അവിടെ ശാന്തത, സമാധാനം, റെസ്റ്റോറേഷൻ, പീസ്, അല്ലെ, വലിയൊരു ചേഞ്ച് അവരുടെ ഹൃദയത്തിൽ നൽകി കൊടുക്കുന്നു എന്നുള്ളതാണ്. അവൾ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയൊരു വ്യത്യാസം, അല്ലേ. നമ്മളൊക്കെ അത് അനുഭവിക്കുന്നില്ലേ? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മള് ലോകത്തിന് പുറകെ ഓടി ദൈവമില്ലാതെ, ദൈവത്തിന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മിൽ യേശു വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം വ്യത്യാസം ഉണ്ടാകേണ്ടവരാണ്, അല്ലേ. ആ വ്യത്യാസം വരുവാൻ കാരണക്കാരനായ യേശുവിനെ നാം ഓർത്ത് നമുക്ക് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ രോഗശാന്തി ശരീരത്തിൽ മാത്രമായിരുന്നില്ല, യേശു അവളെ മകളെ എന്ന് വിളിച്ച് യേശുവോടുള്ള ബന്ധത്തിൽ അവളെ ചേർക്കുന്നു. കെയിം ഇൻ ടു എ റിലേഷൻഷിപ്പ്. അതാണ് ഏറ്റവും അപ്പോൾ ഒരു രോഗസൗഖ്യമല്ല അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അത് സൗഖ്യമാക്കി, യേശുവിന് കഴിവുണ്ട്, യേശു സൗഖ്യമാക്കി. പക്ഷേ
അതിലുപരിയായിട്ട് അവൾക്ക് സമാധാനം കൊടുത്തു. അവളെ ആ പാപത്തിൽ നിന്ന്, തെറ്റായ വിധത്തിൽ നിന്ന് അവളെ തിരിച്ചെടുത്തു. ദൈവഭവനത്തിലേക്ക് അവൾ മടങ്ങി വരുന്നു. കാരണം മകളെ എന്ന് വിളിക്കുമ്പോൾ ഒരു പിതാവിന്റെ വാത്സല്യം അവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഫെയ്ത്ത് നോട്ട് ഓൺലി ഹീൽസ് ബട്ട് റെസ്റ്റോഴ്സ് ഐഡന്റിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അപ്പോൾ നാം എന്താണെന്ന് അന്ന് നമുക്ക് വ്യത്യാസം വന്നല്ലേ. ഇന്ന് ഞാൻ ആരാണ്? ഞാൻ ദൈവ പൈതലാണ്, യേശുവിന്റെ മകളാണ്. അവൾക്ക് എത്ര ധൈര്യമായിട്ട് സമൂഹത്തോട് പറയുവാൻ സാധിക്കും അല്ലേ. എന്നെ യേശു തൊട്ടു, എന്നെ സൗഖ്യമാക്കി. ഇനി എന്റെ പഴയ രക്തസ്രാവം ഓർത്ത് നിങ്ങൾക്ക് എന്നെ കല്ലെറിയുവാൻ സാധ്യമല്ല. കാരണം ഞാൻ ഇന്ന് സൗഖ്യമുള്ളവളാണ്. യേശു എനിക്ക് വിടുതൽ നൽകി തന്നു. എന്നെ ആർക്കും തൊടുവാൻ സാധ്യമല്ല. യേശു എന്നോടൊപ്പമുണ്ട്. യേശു എന്നെ സൗഖ്യമാക്കി. ഞാൻ യേശുവിന്റെ മകളാണ്. യേശു എന്നെ മകളെ എന്ന് വിളിച്ചു. എത്ര വലിയൊരു ഹൃദയമാണ് പ്രിയമുള്ളവരെ. എത്ര പാപത്തിന്റെ അവസ്ഥയിലായിരുന്നു എന്നെയും നിങ്ങളെയും യേശു നോക്കി മകനെ മകളെ എന്നുള്ളതായ ആ വിളിക്ക് അല്ലെ. ആ സ്വർഗസ്ഥ പിതാവ് നമ്മെ വിളിക്കുന്ന ആ രംഗം ഒന്ന് ചിന്തിക്കുക. പിതാവ് മകളെ മകനെ എന്നുള്ളതായ വിളി. ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സമയം തീരുകയാണല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് ഞാൻ ആ വചനം ഓർത്തുപോയി. ഇതോടൊപ്പം വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും പിന്നെ ആർക്കും പറയാമോ? എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇത് ഈ സ്ത്രീയുടെ കഥയുമായിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ബന്ധപ്പെടുത്തുവാൻ സാധിക്കും അല്ലേ. ആശിക്കുന്നതിന്റെ ഉറപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? സ്ത്രീക്ക് 12 വർഷം അല്ലെ രോഗമുണ്ടായിരുന്നു. എല്ലാ മനുഷ്യ സഹായവും പരാജയപ്പെട്ടു. എങ്കിലും അവൾ ഉറപ്പോടെ ആശിച്ചു. അവന്റെ വസ്ത്രം എങ്കിലും ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, ഞാൻ സുഖം പ്രാപിക്കും. അവളുടെ വിശ്വാസം കാണാത്ത കാര്യത്തിന്റെ ഉറപ്പ്. അത് സംഭവിച്ചില്ല, സംഭവിക്കുമെന്നുള്ള ഒരു ചിന്ത, ഒരു ഉറപ്പ് അവളുടെ ഹൃദയത്തിൽ, അത് ആ ആശ ഒരു ഉറപ്പായിട്ട് മാറി എന്നതാണ്. അതുപോലെ തന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവൾക്ക് യേശുവിന്റെ ശക്തി കണ്ണുകൊണ്ട് കാണാനായില്ല അല്ലെ. എന്നാൽ അവൾ വിശ്വാസത്തോടെ പ്രവർത്തിച്ചു. അവൾ കടന്നു വന്നു. അവൾ സമൂഹത്തെ ഭയപ്പെട്ടില്ല, സാഹചര്യങ്ങളെ ഭയപ്പെട്ടില്ല. അവൾ കടന്നു വന്നു. അവളുടെ സ്പർശം കാണാത്ത ദൈവശക്തിയുടെ യാഥാർത്ഥ്യത്തെ തെളിയിച്ചു അല്ലെ. നമുക്ക് ഇന്നിപ്പോ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കഥയായിട്ട് അങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. കാരണം അവൾ ആശിച്ചു, ഉറപ്പോടെ ആശിച്ചു, കടന്നു വന്നു, അവൾ തൊട്ടു, അത് കാര്യങ്ങളുടെ നിശ്ചയമായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവന്നു. വിശ്വാസം വെറും ചിന്തയല്ല. യേശുവിന്റെ ശക്തി കണ്ണുകൊണ്ട് കാണാനായില്ലെങ്കിലും വിശ്വാസത്തോടെ ആ സ്ത്രീ പ്രവർത്തിക്കുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, അവളുടെ സ്പർശം കാണാത്ത ദൈവശക്തിയുടെ യാഥാർത്ഥ്യത്തെ എങ്ങനെ തെളിയിച്ചു തന്നിരിക്കുന്നുവോ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആ യേശുവിലുള്ള വിശ്വാസം അത് നമുക്കൊരു ഉറപ്പായിട്ട്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അതിന്റെ ഫലം എന്താണ്? സമാധാനം, പൂർണ്ണത നമുക്ക് ലഭിക്കുന്നു. അവൾ പൂർണ്ണതയുള്ളവളായിട്ട് മാറി അല്ലേ. അതുവരെ അവൾ വലിയ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയി. അവൾക്ക് സമൂഹം ഒരിക്കലും അവളെ ഒരു പൂർണ്ണ സ്ത്രീ എന്ന് പറയുവാനൊക്കെ അതേ ഒരു അവസ്ഥയിൽ അവൾ കഴിയുകയായിരുന്നു. എന്നാൽ യേശു സമാധാനം നൽകി കൊടുത്തു. അതിലുപരിയായിട്ട് മകളെ എന്നുള്ള വിളി, അതാണ് ഏറ്റവും ഹൃദ്യമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വിശ്വാസം എന്നത് ഉറപ്പ് പ്ലസ് നിശ്ചയം അല്ലെ. ആ ഷുവർറ്റി, ആ ഉറപ്പുണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എബ്രായർ 11:1 എന്ന് പറയുന്നത് നമുക്കൊരു ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ്. ആ യേശുവിലുള്ള വിശ്വാസം, കാണാത്ത ദൈവശക്തിയെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആ വിശ്വാസം കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ യേശുവിലുള്ള വിശ്വാസം ആ രോഗശാന്തിയും സൗഖ്യവും സ്വമേധ സമാധാനവും കർത്താവിലുള്ള ആശ്രയവും കർത്താവുമായിട്ടുള്ള ബന്ധവും ഒക്കെ സ്ഥാപിപ്പാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്ക് പ്രത്യേക ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തുന്നത്, ദീർഘകാല കഷ്ടപ്പാടുകൾക്കിടയിലും എത്രമാത്രം നാം ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടും പ്രയാസവും കൂടെ കടന്നു പോകുന്നു എങ്കിലും ആ കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വാസം നിലനിൽക്കണം അല്ലേ. ദുർബലതയിലും വിശ്വാസം ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നതാണ്. എത്ര വലിയ ബലഹീനതയായാലും ആ വിശ്വാസത്തിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് സ്റ്റെപ്പുകൾ എടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതുപോലെ തന്നെ വിശ്വാസം മനുഷ്യ ശ്രമത്തിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നാണ് ശക്തി നേടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത്
അത് സാമൂഹ്യമായിട്ടല്ല, വ്യക്തിപരമായിട്ടാണെന്നുള്ളതാണ്. അവൾ ആരോടും കൺസൾട്ട് ചെയ്തില്ല, അവളുടെ കുടുംബത്തെ മൊത്തം കൊണ്ടുവന്നില്ല, ഒരു റെക്കമെൻഡേഷൻ അവൾ അയച്ചില്ല, അല്ലെ, ആരോടും പറഞ്ഞയച്ചില്ല. സ്ഥലം MLA-യോ MPയോ കണ്ട് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞില്ല യേശുവിനെ ഒന്ന് കാണാൻ. അവൾ തന്നെ വ്യക്തിപരമായിട്ട് ആ യേശുവിലേക്ക് വന്നു. അങ്ങനെയാണ് അവൾ മകളെന്നുള്ള ഒരു സംബോധനയ്ക്ക് പാത്രീഭൂതിയായിട്ട് മാറുന്നത്. അപ്പോൾ വിശ്വാസം നമുക്ക് സമാധാനവും എല്ലാ സമഗ്രതയും ആ ക്രിസ്തുവിലുള്ള ഉറപ്പും ദൈവ പൈതലെന്നുള്ളതായ ആ വലിയ ഒരു പ്രത്യാശയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ യേശുവിനെ സ്പർശിക്കുന്ന വിശ്വാസം ഒരിക്കലും ശൂന്യമായിട്ട് മടങ്ങുകയല്ല പ്രിയമുള്ളവരെ. അവൾ യേശുവിനെ സ്പർശിച്ചു, തൊട്ടു, അത് അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്ന് കാണുവാൻ തക്കണം. അപ്പോൾ സൗഖ്യവും സമാധാനവും ഒരു പുതിയതായ തിരിച്ചറിവ്, ഒരു ഐഡന്റിറ്റി, ഞാൻ എന്തായി തീർന്നു, ഇന്നലെ വരെ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു, ആ ഒരു പൂർണ്ണ അറിവിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് നാം ഓർക്കണം. ദൈവം നമ്മെ സഹായിക്കേണ്ട വരും ദിവസങ്ങളിൽ ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, നമുക്ക് യേശുവിനോട് ചേർന്ന് ജീവിക്കാം, അല്ലെ. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഏറി വരുമ്പോഴും നമുക്ക് നല്ലൊരു തുണയായിട്ട് എന്നെ യേശു അല്ലാതെ മറ്റാരുമില്ല. ഭൂവാസികളെ നിങ്ങളത് കേൾക്ക്, നിങ്ങളത് വിശ്വസിക്കേ, അല്ല. ഇതൊക്കെയാണ് നമ്മൾ ആ പാട്ടിൽ കൂടെ ഇന്ന് കേട്ടത്. അപ്പോൾ വലിയൊരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ പുതുക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ നമ്മുടെ വചന പഠനം അതിന് കാരണമായി തീരട്ടെ. കടന്നു വന്ന എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ.